ജയിലർ 2 നെൽസൺ ഡട്ട് എന്ന രജനീകാന്ത് സിനിമയാണ് ജയിലർ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ജയിലർ 2. തമിഴിൽ നിന്ന് ഈ വർഷം വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ സിനിമയാണ്. മൾട്ടി സ്റ്റാർ കാസ്റ്റിലാണ് പടം വരാൻ പോകുന്നത്. ലാലേട്ടൻ, ശിവരാജ് കുമാർ, വിജയ് സേതുപതി അങ്ങനെ ഒരുപാട് ലീഡ് ആക്ടേഴ്സ് ജയിലർ 2-ലുണ്ട്. മെയിൻ ആയിട്ടും ഈ പടത്തിൽ ഒരു ക്യാമിയോ റോളില് SRK വരുമെന്ന് സ്ട്രോങ് ആയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഒഫീഷ്യലി തന്നെ അവരിത് കൺഫേം ചെയ്തതായിരുന്നു. പക്ഷെ അത് ഇനി നടക്കുന്നില്ല. SRK കിങ്ങിന്റെ ഷൂട്ടിൽ ബിസിയാണ്. ഉടനെ ജയിലർ 2-ലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. SRKക്ക് വേണ്ടി ഷൂട്ട് നീട്ടിവെക്കാൻ ജയിലർ ടീമിനും പറ്റില്ല. അതുകൊണ്ട് ജയിലർ 2-ൽ നിന്നും SRK പുറത്തു പോയിരുന്നു. പകരം ആ റോള് ചെയ്തത് ബോളിവുഡിൽ നിന്നുള്ള മറ്റൊരു ടോപ്പ് സ്റ്റാർ ആയിരിക്കും. കാരണം അത് അതുപോലെ റോളാണ്. ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ജയിലർ 2-ൽ SRK ചെയ്ത റോളിലേക്ക് ഇപ്പോ ജയിലർ ടീം ഹൃതിക് റോഷനെ അപ്രോച്ച് ചെയ്തു എന്നാണ്. മിക്കവാറും SRKക്ക് പകരം ഹൃതിക് റോഷൻ ജയിലർ 2-ല് വരും. കറുപ്പ് നമ്മുടെ സൂര്യ നായകനൊക്കെ RJ ബാലാജി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കറുപ്പ്. കറുപ്പ് ഇപ്പോ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആണ്. പടം റിലീസായിട്ട് ഇപ്പൊ ഒരു മാസം ആകുമ്പോ കറുപ്പ് സിനിമ ഇതുവരെ നേടിയ വേൾഡ് വൈഡ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 330 കോടിക്ക് അടുത്താണ്. പടം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 125 കോടിക്ക് മുകളിൽ കളക്ഷൻ അടിച്ചു. അതായത് സൂര്യയുടെ കഴിഞ്ഞ ഒരു 5 പടങ്ങളുടെ വേൾഡ് വൈഡ് കളക്ഷനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കറുപ്പ് തൂക്കി. അങ്ങനെ സൂര്യയുടെ 200 കോടി 300 കോടി ഓപ്പൺ ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഈ ഒരു ചെറിയ ലോ ഹൈപ്പ് സിനിമയാണ്. എന്തായാലും ഡ്രീം ഫാരിസ് പിക്ചേഴ്സിനെ കറുപ്പ് ഒരു വൻ ലാഭം ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പൊ കൈദി 2 ഒക്കെ ഫാസ്റ്റ് ആവാൻ ഇതൊരു പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ എന്തായാലും കറുപ്പ് ഇപ്പോ OTT റിലീസ് ആയിട്ടുണ്ട്. ഇനി കാറ്റ് തിരിച്ചു വീശാൻ നല്ല സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഈ എടുത്ത് തേച്ചു വിടും. കാരണം അതിന് മാത്രം ഇതിനകത്ത് ട്രോളാനുണ്ട്. സൂര്യ 47 സൂര്യ നായകനൊക്കെ ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് സൂര്യ 47. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലൊന്ന് പടത്തിന്റെ റിലീസിന്റെ ഭാഗത്തു നിന്നാണ്. കറുപ്പ്, വിശ്വനാഥൻ സൺസ് ഈ 2 പടങ്ങൾ അടുത്തടുത്ത് റിലീസ് വന്നതുകൊണ്ട് സൂര്യ 47 2027-ലേക്ക് റിലീസ് മാറ്റിവെക്കുമെന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. മിക്കവാറും അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സൂര്യ 47 2026 തന്നെ റിലീസ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോ അപ്ഡേറ്റ് വരുന്നത്. പടത്തിന്റെ ഷൂട്ട് ഈ മാസം എൻഡോട് കൂടി അവസാനിക്കുമെന്നാണ് ഇപ്പൊ വരുന്ന അപ്ഡേറ്റ്. അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞാൽ പടം 2026 തന്നെ റിലീസ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേറ്റ്, സൂര്യ 47 സിനിമയിൽ ഇപ്പോൾ ഒരു മലയാള ആക്ടർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആക്ടർ വിനായകൻ ഒരു പ്രധാന വേഷത്തിൽ സൂര്യ 47-ല് എത്തുന്നുണ്ട്. ഇനിയുള്ള അപ്ഡേറ്റ്, സൂര്യ 47 സിനിമയുടെ ടൈറ്റിൽ ടീസർ ആണ്. സൂര്യ 47 സിനിമയുടെ ടൈറ്റിൽ ടീസർ അടുത്ത മാസം ഉണ്ടാവും. ടൈറ്റിൽ അറിയാലോ, ഗലാട്ട എന്നാണ്. സൂര്യ 48 അങ്ങനെ സൂര്യ 48 സിനിമയുടെ കാര്യം ഏകദേശം തീരുമാനമായി. പടം ഡയറക്ട് ചെയ്യുന്നത് TJ ജ്ഞാനവേലാണ്, അതായത് JBM സിനിമയുടെ ഡയറക്ടർ. ഈ പടം ഒരു ബയോപിക് ആണ്. സൂര്യ ഒരുപാട് മുന്നേ കമ്മിറ്റ് ചെയ്തൊരു പടമാണ്. തമിഴ്നാട്ടിലെ 2 രൂപ ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബയോപിക് ആയിരിക്കും സൂര്യ 48. ഈ 2 രൂപ ഡോക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മെർസലിലെ 5 രൂപ ഡോക്ടറൊക്കെ ഓർമ്മ വരും. ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പോ പുള്ളിയുടെ ബയോപിക് ആയിരിക്കും ഈ സൂര്യ 48 സിനിമ.